ഹരേ കൃഷ്ണ. ഭഗവത് നാമത്തിൽ എല്ലാ സജ്ജനങ്ങളുടെയും പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ഈ സത്സംഗത്തിൽ നമ്മൾ വിചാരം ചെയ്യുന്നത് നമ്മുടെ സത്സംഗ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ ആവശ്യത്തെ മാനിച്ചുകൊണ്ട് ജരാസന്ധ വധം ഒന്ന് സ്മരിക്കാമെന്നാണ് കരുതുന്നത്. ജരാസന്ധൻ എന്ന് പറയുന്നത് തന്നെ ജന്മം കൊണ്ട് തന്നെ ഏറെ സവിശേഷതകളുള്ള ഒരു കഥാപാത്രമാണ് ജരാസന്ധൻ. മഹാഭാരതത്തിലെ ഭഗവാന്റെ ലീലകളിലെ ഏറെ പ്രത്യേകതകളുള്ള ഒരു ലീലയും ഏറെ സവിശേഷതകളുള്ള ഒരു മഹാപോരാളിയുമാണ് ഈ ജരാസന്ധൻ എന്ന് പറയുന്നത്. ജരാസന്ധനുമായിട്ടുള്ള ലീലകളിലും നമുക്ക് ഭഗവാന്റെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ചില വേറിട്ട ചിന്തകളും രീതികളും നമുക്ക് കാണാൻ കഴിയും. ആദ്യം ജരാസന്ധൻ്റെ ആ വിചിത്രമായ ജന്മം തൊട്ട് നമുക്കൊന്ന് നോക്കാം. കാരണം നമ്മൾ പറയാറുണ്ട് ജനനത്തിൻ്റെ തുടർച്ചയാണ് മരണം, മരണത്തിൻ്റെ തുടർച്ചയാണ് ജനനമെന്ന്. ഇത് തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതെല്ലാ ജീവജാലങ്ങളുടെയും മരണം അവസാനമല്ല, ജനനത്തിൻ്റെ തുടക്കമാണ്. ജനനം ഒരു തുടക്കമല്ല, മരണത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇവിടെ ആ ജനനവും മരണവും തമ്മിൽ ജരാസന്ധൻ്റെ കഥയിലും ഏറെ പ്രാധാന്യമുള്ളതുകൊണ്ട്, ഏറെ ബന്ധമുള്ളതുകൊണ്ട് ജരാസന്ധൻ്റെ ജനനം മുതൽക്ക് നമുക്കൊന്ന് നോക്കാം. ജരാസന്ധൻ ആരാണ് എന്നൊന്ന് ചുരുക്കി പറഞ്ഞിട്ട് ജനനത്തിൻ്റെ കഥയിലേക്ക് കടക്കാം. ജരാസന്ധൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്മാവനായ, ശ്രീകൃഷ്ണ ഭഗവാനാൽ വധിക്കപ്പെട്ട കംസന്റെ പത്നിമാരായിരുന്ന അസ്ഥിയെന്നും പ്രാപ്തിയെന്നും പേരുള്ള രണ്ട് സ്ത്രീരത്നങ്ങളുടെ പിതാവാണ് ജരാസന്ധൻ. അഥവാ ജരാസന്ധൻ്റെ രണ്ട് പുത്രിമാര് ഭഗവാൻ കംസവധം നടത്തിയതിലൂടെ വിധവകളായി തീർന്നതിൻ്റെ ഒരു വിദ്വേഷഭാവം, ഒരു വൈരാഗ്യം ജരാസന്ധന് ശ്രീകൃഷ്ണ ഭഗവാനോടുണ്ടായിരുന്നു. ഇനിയും നമുക്ക് ജരാസന്ധൻ്റെ ജനനത്തിലേക്ക് കടക്കാം. മഗധ രാജ്യത്തെ രാജ്യാധിപതിയായിരുന്നു ബൃഹദ്രഥൻ എന്ന് പറയുന്ന ഒരു രാജാവ്. അദ്ദേഹത്തിന് സന്താനങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് അതീവ ദുഃഖിതനായിട്ട് ചണ്ഡികൗശികൻ എന്ന് പറയുന്ന ഒരു മുനിയെ ചെന്ന് കണ്ടു. എന്നിട്ട് തൻ്റെ സങ്കടമെല്ലാം അദ്ദേഹത്തോട് ഉണർത്തിച്ചു. ആ സമയം ആകാശത്തു നിന്നും ഒരു ദിവ്യമായിട്ടുള്ള മാമ്പഴം മഹർഷിയുടെ മടിയിലേക്ക് വന്നു വീഴുന്നു. അദ്ദേഹം അതെടുത്ത് ആ ബൃഹദ്രഥൻ എന്ന് പറയുന്ന രാജാവിന്, തൻ്റെ മുൻപിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന ആ രാജ്യാധിപതിക്ക് നൽകിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഈ മാമ്പഴം കൊണ്ടുപോയി അങ്ങയുടെ പത്നിക്ക് കൊടുത്താൽ നല്ലൊരു പുത്രനുണ്ടാകും. ഇത് ഒരു നിമിത്തമാണ്. അങ്ങ് എന്നോട് ഈ സങ്കടം പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു മാമ്പഴം, ഒരു ദിവ്യമായ ഫലം എൻ്റെ മടിയിൽ വീണത് ദൈവേച്ഛയാണ്. കൊണ്ടുപോയി പത്നിക്ക് കൊടുത്തോളൂ, നല്ല സന്തതി ഉണ്ടാകും എന്ന് പറഞ്ഞു. ബൃഹദ്രഥന് 2 ഭാര്യമാരുണ്ടായിരുന്നു.
അദ്ദേഹം എന്ത് ചെയ്തു? ആ മാമ്പഴം വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് മുറിച്ച് 2 പേർക്കുമായിട്ട് പകുത്തു കൊടുത്തു. അങ്ങനെ ആ ദിവ്യമായ ഫലം ഭക്ഷിച്ച ബൃഹദ്രഥൻ്റെ 2 പത്നിമാരും ഒരേ സമയം തന്നെ ഗർഭം ധരിക്കുകയും അതേപോലെ ഒരേ സമയം തന്നെ പ്രസവിക്കുകയും ചെയ്തു. പക്ഷേ 2 പേരും പ്രസവിച്ചത് ഒരു ചത്ത കുഞ്ഞിൻ്റെ പകുതി ഭാഗം വീതമാണ്. അങ്ങനെ മൃതമായിട്ടുണ്ടായിരുന്ന ആ 2 അർദ്ധഭാഗങ്ങളെ, ശിശുവിൻ്റെ അർദ്ധഭാഗങ്ങളെ കാട്ടിലെറിഞ്ഞു കളയുവാൻ ബൃഹദ്രഥ രാജാവ് തൻ്റെ സൈന്യത്തോട് കൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരാകട്ടെ അപ്രകാരം തന്നെ അതെടുത്ത് കാട്ടിൽ കൊണ്ടുവന്ന് എറിഞ്ഞ് കളയുകയും ചെയ്തു. അപ്പോൾ മഹർഷി പറഞ്ഞതനുസരിച്ച് ഇവർക്കൊരു നല്ല സന്തതി ഉണ്ടായി എന്നതുമില്ല. അതേസമയം ഉണ്ടായ സന്തതിയാകട്ടെ മൃതമായ അർദ്ധശരീരത്തോടു കൂടിയവയുമായിരുന്നു. ഈ വനത്തിൽ രാത്രിയായപ്പോൾ ജര എന്നു പേരുള്ളതായ ഒരു യക്ഷി അതുവഴി വരികയും ഈ മനുഷ്യ ശരീരം കണ്ടുകൊണ്ട് എടുത്ത് ഭക്ഷിക്കുവാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അപ്പോഴാണ് പകുതി വീതമാണ് എന്നുള്ളത് യക്ഷി ശ്രദ്ധിക്കുന്നത്. അവൾ ആ 2 പകുതികളെയും ഒന്നിച്ച് ഭക്ഷിക്കാമെന്നുള്ള ഉദ്ദേശത്തിലെടുത്ത് ചേർത്ത് വെച്ചതും ഇത് രണ്ടും ഒന്നിച്ചു ചേരുകയും ഈ 2 ഭാഗം ഒന്നിച്ചു ചേരുകയും അതിൽ നിന്നും ഭയാനകമായ വിധത്തിലുള്ള ഉച്ചത്തിലൊരു അലറിക്കരച്ചിലാണ് പുറപ്പെട്ടത്. അപ്പോൾ ആ ചേർത്ത് വച്ചതും അത് ഒന്നിച്ചു ചേരുകയും കുട്ടി ജീവനുള്ള കുഞ്ഞായി മാറുകയും അത് അത്യുച്ചത്തിൽ അലറിക്കരയുകയും ചെയ്തു. സത്യത്തിൽ ആ യക്ഷി പോലും ഭയന്നുപോയി ഈ കുട്ടിയുടെ ഉച്ചത്തിലുള്ള അലറിക്കരച്ചിൽ കേട്ടപ്പോൾ. അതുകൊണ്ട് തന്നെ ഭക്ഷിക്കാനെടുത്ത ആ ഉണ്ണിയെ ഭക്ഷിക്കാതെ തന്നെ അതിനെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞിട്ട് ഓടിപ്പോവുകയും ചെയ്തു യക്ഷി. ഇത് ബൃഹദ്രഥൻ അറിയുകയും അങ്ങനെ ആ ഉണ്ണി തിരിച്ച് ബൃഹദ്രഥൻ്റെ അടുത്ത് തന്നെ എത്തുകയും ചെയ്തു. അങ്ങനെ ജരയാൽ സന്ധിപ്പിക്കപ്പെട്ടവനായതുകൊണ്ടാണ് ജരാസന്ധൻ എന്ന പേര് വന്നതും അതേപോലെ ബൃഹദ്രഥ രാജാവിൻ്റെ പുത്രൻ ജരാസന്ധൻ എന്ന നാമത്തിൽ അറിയപ്പെടുകയും ചെയ്തത്. സത്യത്തിൽ അന്നുവരെയുള്ള രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും പരാക്രമശാലിയും അതേപോലെ ബലവാനുമായിരുന്നു. അതേസമയം തന്നെ ദുഷ്ടാഗ്രേസരനുമായിരുന്നു ജരാസന്ധൻ. ഇങ്ങനെ ഈ ജരാസന്ധൻ്റെ പുത്രിമാരായ അസ്ഥിയും പ്രാപ്തിയെയും കല്യാണം കഴിച്ച കംസനെയാണ് ശ്രീകൃഷ്ണൻ കൊന്നുകളഞ്ഞത്. തൻ്റെ പുത്രിമാർ വിധവകളാക്കപ്പെട്ടതറിഞ്ഞപ്പോൾ ജരാസന്ധന് കോപം സഹിക്കാനായില്ല. അങ്ങനെ കൃഷ്ണനോട് പകരം വീട്ടുന്നതിനായിക്കൊണ്ട് 3 അക്ഷൗഹിണി സൈന്യത്തോടു കൂടി ചെന്ന് ജരാസന്ധൻ മധുരാപുരിയെ ആകെ വളഞ്ഞു. നമുക്കറിയാം, കംസൻ വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മധുരയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ സ്ഥിരമായി താമസമാക്കുകയും അങ്ങനെ ശ്രീകൃഷ്ണൻ വാഴുന്ന ആ മധുരയെ തന്നെ ജരാസന്ധൻ വന്ന് വളയുകയും ചെയ്തു. അത് ചെറിയൊരു സൈന്യത്തോടു കൂടി ആയിരുന്നില്ല, വളരെ ബൃഹത്തായ ഒരു സൈന്യത്തോടു കൂടിയാണ് ആക്രമണം നടത്തിയത്. നമ്മൾ പറഞ്ഞു 3 അക്ഷൗഹിണി സൈന്യത്തോടു കൂടിയാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞു. ഒരു അക്ഷൗഹിണി എന്ന് പറയുന്നത് തന്നെ 65,000
610 കുതിരകളെ 21,870 ആനകളും അതേപോലെ തന്നെ അത്രയും തന്നെ തേരും അതേപോലെ 150,350 കാലാൾപ്പടയും ചേരുന്നതാണ് ഒരു അക്ഷൗഹിണി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 3 അക്ഷൗഹിണികൾ ചേർന്ന പടയോടുകൂടിയിട്ടാണ് മധുരയെ ആക്രമിച്ചത്. തന്നെയുമല്ല, ജരാസന്ധനോടൊപ്പം തൻ്റെ അതേ വാസനാഗുണമുള്ള അതേ ദുഷ്ടഭാവങ്ങളുള്ള മറ്റു കുറേ രാജാക്കന്മാരും ജരാസന്ധനോടുകൂടി ചേരുകയും ചെയ്തിരുന്നു, ഇങ്ങനെ കൃഷ്ണനെയും മധുരയെയും ആക്രമിക്കുന്നതിനായിട്ട്. ഈ സമയത്ത് മധുരയിലുണ്ടായിരുന്ന യാദവന്മാരും മറ്റു ജനങ്ങളുമൊക്കെ വല്ലാതെ പരിഭ്രമിച്ചു. പക്ഷേ കൃഷ്ണൻ എല്ലാവരെയും സമാധാനിപ്പിച്ചു. എന്നിട്ട് ആ സമാധാനിപ്പിച്ച ഉടൻ തന്നെ പെട്ടെന്ന് മുകളിൽ നിന്നൊരു തേര് ഇറങ്ങി വരികയും അതിൽ സകല തരത്തിലുള്ള എല്ലാ വിധത്തിലുമുള്ള ദിവ്യമായ ആയുധങ്ങളോട് കൂടിയിട്ടുള്ളതായിരുന്നു ആ തേര്. ആ തേരിൽ തേരാളിയായിട്ട് വന്നത് ദാരുകനായിരുന്നു. അങ്ങനെ ആ തേരിൽ കൃഷ്ണൻ തൻ്റെ സുദർശന ചക്രവും അതേപോലെ ബലഭദ്രൻ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാതമായിട്ടുള്ള ഒരു ആയുധമാണ് അദ്ദേഹത്തിൻ്റെ കലപ്പ, അതുമൊക്കെ കയ്യിലെടുത്ത് പാഞ്ചജന്യവും മുഴക്കിക്കൊണ്ട് ആ തേരിലേറി. ഇത്രയും ആയപ്പോൾ യാദവന്മാർക്കൊരാശ്വാസമായി. തങ്ങളുടെ രക്ഷാനായകൻ ദാ പുറപ്പെട്ടിരിക്കുന്നു, ഇനിയും തങ്ങളെ ജരാസന്ധൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരാശ്വാസം. അങ്ങനെ എല്ലാവരും ആയുധധാരികളായിട്ട് കൃഷ്ണനെയും ബലരാമനെയും ഒക്കെ അനുഗമിച്ചു. ഘോരമായിട്ടുള്ള യുദ്ധമായിരുന്നു അവിടെ. പക്ഷേ അവിടെ ഒരു അത്ഭുതം ജരാസന്ധനും മറ്റ് രാജാക്കന്മാരും കണ്ടത്, ഒരേ സമയത്ത് 4 ഗോപുരങ്ങളിലും നിന്നുകൊണ്ട് ബലരാമനും ശ്രീകൃഷ്ണനും തങ്ങളുടെ വിശിഷ്ടമായ ആയുധങ്ങളും വെച്ച് യുദ്ധം ചെയ്യുന്നതാണ് കണ്ടത്. സത്യത്തിൽ ശരിക്കും അവർ അന്ധാളിച്ചു പോയി. ഇങ്ങനെ ഈ ഘോരമായ യുദ്ധത്തിൽ, ശ്രീകൃഷ്ണനും ബലരാമനും ചേർന്ന് നയിച്ച ഈ യുദ്ധത്തിൽ ജരാസന്ധൻ്റെ മറ്റ് കൂടെ ചേർന്ന നാട്ടുരാജാക്കന്മാരുടെയും ഒക്കെ ആ സൈന്യങ്ങൾ ധാരാളം, രാജാക്കന്മാരും അതേപോലെ തന്നെ സൈന്യങ്ങളുമൊക്കെ ധാരാളം മരിച്ചു വീണു. ഇവിടെ ബലരാമനാണ് ആ സമയത്ത് ജരാസന്ധനോട് ഏറ്റുമുട്ടിയത്. പക്ഷേ അവിടെ വീണ്ടും ഒരു അത്ഭുതം സംഭവിച്ചു. ആ സമയത്ത് ജരാസന്ധനെ കൊല്ലരുത് എന്ന് ബലരാമൻ ജരാസന്ധനോട് ഏറ്റുമുട്ടുമ്പോൾ ഒരു അശരീരി വാക്യം കേൾക്കുമാറായി. അതുകൊണ്ട് തന്നെ ബലരാമൻ അയാളെ കൊന്നില്ല. അപ്പോൾ വിധി മറ്റാരാലോ കൊല്ലപ്പെടേണ്ടവനാണ് ഈ ജരാസന്ധൻ എന്ന് അന്നേ അത് കാണിച്ചു തന്നിരിക്കുന്നു. എന്തായാലും ബലരാമൻ അയാളെ കൊന്നില്ല. ജരാസന്ധൻ ഇങ്ങനെ ആ യുദ്ധത്തിൽ തോറ്റു. ആ യുദ്ധത്തിൽ തന്നെയല്ല, പിന്നീട് 17 തവണ ഇതേപോലെ ശ്രീകൃഷ്ണനോട് ഏറ്റുമുട്ടിയെങ്കിലും ശ്രീകൃഷ്ണൻ അപ്പോഴൊക്കെ സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കുമെങ്കിലും ജരാസന്ധനെ വെറുതെ വിടുമായിരുന്നു. തോറ്റോടി തിരികെ പോകുന്ന ജരാസന്ധനെ കൊല്ലുവാൻ കൃഷ്ണൻ തുനിഞ്ഞിരുന്നില്ല. ഇങ്ങനെ പല ആവർത്തിയായപ്പോൾ ഒരിക്കൽ ബലരാമൻ തന്നെ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, കൃഷ്ണ, നീ എന്തേ ജരാസന്ധനെ നീ വെറുതെ വിടുന്നു? സൈന്യത്തെ മുഴുവൻ നീ കൊന്നൊടുക്കുന്നുണ്ടല്ലോ, എന്തേ നീ ജരാസന്ധനെ കൊല്ലുന്നില്ല? അവിടെ കൃഷ്ണൻ പറയുന്ന മനോഹരമായൊരു മറുപടിയുണ്ട്. ഓരോരുത്തരുടെയും വധം ആരാൽ നടക്കപ്പെടണമെന്നുള്ളത് മുന്നേ നിശ്ചയിക്കപ്പെട്ടതാണ്. ജരാസന്ധൻ എൻ്റെ കൈകൾ കൊണ്ട് വധിക്കപ്പെടേണ്ടവനല്ല. തന്നെയുമല്ല, ഓരോ തവണത്തെ യുദ്ധം കഴിയുമ്പോഴും ജരാസന്ധൻ തൻ്റെ അതേ വാസനാഗുണമുള്ള
മറ്റ് നാട്ടുരാജാക്കന്മാരെയും അവരുടെ സൈന്യത്തെയും ചേർത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നു കൃഷ്ണനോട് യുദ്ധം ചെയ്യുവാൻ. അപ്പോൾ ഓരോ തവണ വരുമ്പോഴും അത്രയേറെ അസുരഭാവമുള്ളവരെ നിഗ്രഹിക്കുവാൻ ശ്രീകൃഷ്ണന് കഴിയുന്നു. എന്നു പറഞ്ഞാൽ ഭഗവാന്റെ അവതാരോദ്ദേശ്യം എന്താണോ അസുര നിഗ്രഹമാണ്, സജ്ജനങ്ങളുടെ സംരക്ഷണമാണ്. അപ്പോൾ അതൊക്കെ ഭഗവാൻ എവിടെയിരിക്കുന്നു അവിടേക്ക് ജരാസന്ധൻ നിമിത്തമായി അസുരന്മാർ ഓരോരുത്തർ എത്തിച്ചേരുവാൻ തുടങ്ങി. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന് തൻ്റെ അവതാരോദ്ദേശ്യം നടപ്പിലാക്കുക വളരെ എളുപ്പമായി തീർന്നു. അപ്പോൾ എവിടെയൊക്കെ അസുരന്മാരുണ്ടോ, അല്ലയോ രാമേട്ട, ഞാൻ പോയി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതില്ല, ജരാസന്ധൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്, എനിക്കിവിടെ ഇരുന്ന് എൻ്റെ കർമ്മം നിർവഹിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് അവിടെ. ഇങ്ങനെ 17 പ്രാവശ്യം ജരാസന്ധൻ തോറ്റ് പിന്തിരിഞ്ഞ് ഓടുന്നുണ്ട് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് യുദ്ധം ചെയ്തിട്ട്. അങ്ങനെ ഇരിക്കെയാണ് ഇവിടെ പാണ്ഡവപക്ഷത്ത് ഒരിക്കൽ ഖാണ്ഡവ ദഹനത്തിൽ നിന്ന് തൻ്റെ ജീവനെ രക്ഷിച്ചതിന് പ്രതിഫലമായിട്ട് മയൻ വളരെ മനോഹരമായ ഒരു സഭാമണ്ഡലം ഇന്ദ്രപ്രസ്ഥത്തിൽ നിർമ്മിച്ച് അത് ധർമ്മപുത്രർക്കായിട്ട് ദാനം ചെയ്യുന്നു. ഒരുപാട് വൈശിഷ്ട്യങ്ങൾ നിറഞ്ഞതായിരുന്നു ആ ഒരു സഭാമണ്ഡപം എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു ശില്പ വൈചിത്ര്യത്താൽ അത് കാണുന്നവർക്ക് സ്ഥലജല ഭ്രമം പോലും ഉണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് പിന്നീട് പല സന്ദർഭങ്ങളിലും ദുര്യോധനൻ അവിടെ കാണുവാൻ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. സ്ഥലം കണ്ടാൽ ജലമാണെന്ന് തോന്നും, ജലം കണ്ടാൽ സ്ഥലമാണെന്ന് തോന്നും. ഇങ്ങനെ അത്യത്ഭുതകരമായിട്ടുള്ള, അതേപോലെ ആദ്യന്ത നയനാനന്ദ സുന്ദരമായിട്ടുള്ള ഒരു സഭാതലമായിരുന്നു മയൻ ധർമ്മപുത്രർക്കായിട്ട് നിർമ്മിച്ചു നൽകിയത്. അങ്ങനെ ദേവേന്ദ്രൻ്റെ തുല്യമായ ഒരു പദവിയിൽ രാജഭരണമൊക്കെ നടത്തി വാഴുന്ന ആ കാലത്ത് ധർമ്മദേവൻ്റെ പുത്രനായിട്ടുള്ള ധർമ്മപുത്രർക്ക് ഒരു ആഗ്രഹം തൻ്റെ അന്തരംഗത്തിൽ അങ്കുരിച്ചു. സർവോത്കൃഷ്ടമായിട്ടുള്ള രാജസൂയ യജ്ഞം നടത്തണം. പക്ഷേ ധർമ്മപുത്രർക്ക് ഒരു കാര്യം നിർബന്ധമുണ്ടായിരുന്നു. അത് ശ്രീകൃഷ്ണ ഭക്തനായിരുന്ന ധർമ്മപുത്രർ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കൂ എന്ന് തീരുമാനിച്ചു. കാരണം രാജസൂയ യജ്ഞം എന്ന് പറയുന്ന വളരെ വലിയ ഒരു യാഗമാണ്. അദ്ദേഹം ഏതായാലും തൻ്റെ അനുജന്മാരോടൊക്കെ ഇതിനെക്കുറിച്ച് ആലോചിച്ചു. എല്ലാവരും ജ്യേഷ്ഠൻ്റെ ഈ ഒരു ആവശ്യത്തെ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നാരദ മഹർഷി അവിടെ ആ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേരുന്നത്. മഹർഷിയെ അർഘ്യപാദ്യാസനങ്ങളൊക്കെ നൽകി അദ്ദേഹത്തെ പൂജിച്ചതിന് ശേഷം ധർമ്മപുത്രര് തൻ്റെ ഇങ്ങനെയൊരു ആഗ്രഹത്തെ, രാജസൂയ യജ്ഞം നടത്തുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായവും കൂടി ആരാഞ്ഞു. അപ്പോൾ വിധി ലിഖിതം എന്ന് പറയും പോലെ വിധിപുത്രനായിട്ടുള്ള ശ്രീ നാരദ മഹർഷി പറഞ്ഞത്, അല്ലയോ യുധിഷ്ഠിര മഹാരാജാവേ, ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങയോടൊന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പോഴേക്കും അങ്ങ് എന്നോട് ഇങ്ങോട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു യാഗം നടത്തണമെന്ന്. എന്നിട്ട് ഈ യാഗത്തിൻ്റെ പ്രത്യേകതകളെ ഒന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പണ്ട് അയോധ്യാധിപതിയായിരുന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവ് രാജസൂയ യാഗം നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇന്നും സ്വർഗലോകത്ത് സർവരാലും പൂജിക്കപ്പെട്ട് തേജോമയനായിട്ട് നിത്യാനന്ദം അനുഭവിച്ചു കഴിയുകയാണ്. അതുകൊണ്ട്
അങ്ങയുടെ പിതാവായിട്ടുള്ള പാണ്ഡുവിനും അങ്ങനെയൊരു അവസ്ഥ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മകനായിട്ടുള്ള അങ്ങ് ഒരു രാജസൂയം നടത്തിയാൽ കൊള്ളാമെന്ന് എനിക്കും ഒരു ആഗ്രഹമുണ്ട് എന്ന് ശ്രീ നാരദ മഹർഷി പറയുന്നു. അത് അങ്ങയെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഞാനിവിടെ വരുമ്പോഴാകട്ടെ അങ്ങയുടെ ചിന്തയും അതേ രീതിയിൽ തന്നെ ഇതേക്കുറിച്ച് തന്നെ ആയിരുന്നത് കൊണ്ട് ഒരു പക്ഷേ ഇതൊരു ദൈവനിശ്ചയം പോലെ ആകാം എന്ന് അങ്ങ് ധരിച്ചുകൊള്ളുക. അതുകൊണ്ട് അങ്ങനെ ഒരു യാഗം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു, എനിക്കിതിനെ കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാനോട് കൂടി ഒന്ന് ആലോചിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിപ്രായം അറിഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ശ്രീ നാരദ മഹർഷി പറഞ്ഞു, അതിനെന്താ, അങ്ങ് വിഷമിക്കേണ്ട, ഞാൻ ഇപ്പോൾ തന്നെ ദ്വാരകയിൽ പോയിട്ട് ഭഗവാനെ കണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞു വരാമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ മഹതി എന്ന വീണയുമൊക്കെ കയ്യിൽ പിടിച്ച് ആ വിഭജികയിൽ ലക്ഷ്മീനാരായണ ഗീതങ്ങളൊക്കെ പാടി അതിലങ്ങനെ ലയിച്ച് അദ്ദേഹം ആ കൊട്ടാരം വിട്ടു പോവുകയും ചെയ്തു. അങ്ങനെ ദ്വാരകയിലെത്തി. അവിടെ ചെന്നപ്പോൾ ഇതേപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനും അത്യധികം ആദരവോടുകൂടി സ്വീകരിച്ച് ഇരുത്തി കുശല പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഭഗവാന് ശ്രീ നാരദ മഹർഷിയോട് ആഗമനോദ്ദേശ്യം ചോദിക്കുകയും ചെയ്യുന്നു. ഒന്നും അറിയാഞ്ഞിട്ടല്ല, എല്ലാം അറിയുന്ന ഭഗവാൻ ഇതും മനസ്സിലാക്കിയിരിക്കുന്നുവെങ്കിലും അത് സർവ്വസാധാരണമായ ഒരു രീതിയിലൂടെയാണ് ഇതെല്ലാം നടന്നു പോകുന്നത് എന്ന് വായനക്കാരെ ബോധ്യപ്പെടുത്താനെന്നോണം ഭഗവാൻ ചോദിക്കുകയാണ് ശ്രീ നാരദ മഹർഷിയോട്, അങ്ങ് എന്താണ് വന്നത്, അങ്ങയുടെ ആഗമനോദ്ദേശ്യം എന്താണെന്ന് പറഞ്ഞാലും. അപ്പോൾ ശ്രീ നാരദ മഹർഷി പറഞ്ഞു, ഇതുപോലെ അങ്ങയുടെ ഭക്തന്മാരിൽ ഉത്തമനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഒരു സന്ദേശവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിശ്രേഷ്ഠമായിട്ടുള്ള രാജസൂയ യജ്ഞം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അതിന് അങ്ങയുടെ അഭിപ്രായവും കൂടി അറിയണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞു. അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് ഇന്ദ്രപ്രസ്ഥം വരെ ഒന്ന് വന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ വീണ്ടും ഒരു അത്ഭുതം സംഭവിച്ചത്. അപ്രതീക്ഷിതമായിട്ട് അവിടെ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ ആഗമനം ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം കൃഷ്ണനെ വന്ദിച്ചിട്ട് അദ്ദേഹം ഭഗവാനോട് അപേക്ഷിച്ചു, എന്താ ദുഷ്ടനിഗ്രഹമൊക്കെ ചെയ്ത് ഭഗവാനെ അവിടുന്ന് ശിഷ്ടപരിപാലനം ചെയ്യുന്ന ഭക്തപരായണനായിട്ടുള്ള ആളല്ലേ ഭഗവാനെ അവിടുന്ന്? വളരെ ദുഷ്ടനും അതേപോലെ കശ്മലനുമൊക്കെ ആയിട്ടുള്ള ആ ജരാസന്ധൻ ഇഷ്ടമല്ലാത്തതായിട്ടുള്ള ചെറു രാജാക്കന്മാരെയും നാടുവാഴികളെയും ഒക്കെ ദ്രോഹിച്ച് അവരെ മുഴുവൻ പിടിച്ച് ചങ്ങലയിട്ടു പൂട്ടി, അതേപോലെ അവരുടെ ധനങ്ങളും എല്ലാം അപഹരിച്ച് ഈ നാട്ടുരാജാക്കന്മാരെയും നാടുവാഴികളെയും ഒക്കെ കൊണ്ടുവന്ന് ജരാസന്ധൻ തൻ്റെ കാരാഗ്രഹത്തിലിട്ട് കഷ്ടപ്പെടുത്തുകയാണ്. ഇപ്പോൾ തന്നെ അങ്ങനെയുള്ള നാട്ടുരാജാക്കന്മാരും നാടുവാഴികളുമൊക്കെ 20,000-ന് മുകളിലായി. നിത്യവും എന്നോണം ജരാസന്ധൻ ഈ ഒരു കർമ്മം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ കൊണ്ട് കാരാഗ്രഹത്തിൽ ഇടപെടുന്ന രാജാക്കന്മാരും നാടുവാഴികളുമൊക്കെ കഷ്ടപ്പെടുകയാണ് അതിനുള്ളിൽ കിടന്ന്. ചിലരാകട്ടെ മരിക്കുന്നുമുണ്ട്. എന്നിട്ട് ഇതേ ബ്രാഹ്മണൻ തന്നെ പറയുകയാണ്, അങ്ങയുടെ അമ്മാവനായിട്ടുള്ള കംസനേക്കാൾ ദുഷ്ടനാണ് ജരാസന്ധൻ. മാത്രവുമല്ല ദുഷ്ടരാജാക്കന്മാരായിട്ടുള്ള
ദുര്യോധനൻ, ശിശുപാലൻ, ദന്തവക്ത്രൻ ഇവരൊക്കെയാണ് ഈ ജരാസന്ധൻ്റെ ഉറ്റമിത്രങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. അതുകൊണ്ട് അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, കംസാരിയായിട്ടുള്ള അങ്ങേക്കു മാത്രമേ ഇനിയും ഈ നാടുവാഴികളെയും, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട നാടുവാഴികളെയും നാട്ടുരാജാക്കന്മാരെയും രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. എങ്ങനെയെങ്കിലും രക്ഷിക്കണമേ ഞങ്ങളെ എന്ന് പറഞ്ഞ് കരഞ്ഞപേക്ഷിച്ചിട്ട് ബ്രാഹ്മണൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് അങ്ങോട്ട് നമസ്കരിച്ചു. ആ സമയത്ത് ബ്രാഹ്മണനോട് ഭഗവാൻ പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, നിങ്ങൾ പൊയ്ക്കോളൂ, കഴിയുന്നതും വേഗം ഞാൻ അവരെയൊക്കെ മോചിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടു. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്താണ് ഈ നടക്കുന്നത്. ജരാസന്ധൻ ഈ നാടുവാഴികളെയും നാട്ടുരാജാക്കന്മാരെയും ബന്ധിതരാക്കി കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതും ഇവിടെ ധർമ്മപുത്രർക്ക് ഇങ്ങനെ ഒരു രാജസൂയ യജ്ഞം നടത്താൻ തോന്നുന്നതും ഒരേ സമയമാണ്. ഭഗവാനും മനസ്സിലായി സമയമായിരിക്കുന്നു തൻ്റെ അടുത്ത ലീലയിലേക്ക്, അടുത്ത ഭഗവാന്റെ ദുഷ്ടനിഗ്രഹം എന്ന കർമ്മത്തിലേക്ക് കടക്കുന്നതിനായിട്ട് ഭഗവാൻ ശ്രീ നാരദ മഹർഷിയും ആ ബ്രാഹ്മണനെയും ഒക്കെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചതിന് ശേഷം തൻ്റെ ബുദ്ധിമാനായിട്ടുള്ള മന്ത്രിയായ ഉദ്ധവരെ വിളിച്ചിട്ട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചത്, ഏതായാലും ജരാസന്ധനെ വധിക്കണം, രാജസൂയ യജ്ഞവും നടക്കണം. ഇപ്പോൾ എന്താണ് നാം ആദ്യം ചെയ്യേണ്ടത്? ഇതായിരുന്നു ഉദ്ധവരോടുള്ള ചോദ്യം. ആദ്യം ഞാൻ ജരാസന്ധനെ വധിക്കണോ, ഇല്ല രാജസൂയം സംബന്ധിച്ച ആലോചനയ്ക്കായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകണോ? ബുദ്ധിമാനായ ഉദ്ധവര് നല്ലൊരു മന്ത്രിയെ എങ്ങനെയാകണമെന്ന് നമുക്കിവിടെ കാണാം. ഉദ്ധവര് പറഞ്ഞു കൊടുത്തത് രണ്ടും ഒന്നിച്ച് തന്നെ നടത്താമെന്നാണ്. കാരണം രാജസൂയ യജ്ഞത്തിൻ്റെ ഒന്നാമത്തെ ചടങ്ങെന്ന് പറയുന്നത് ദിഗ്വിജയമാണ്. അങ്ങനെ എല്ലാ ദിക്കുകളിലേക്കും തൻ്റെ ഭടന്മാരെ അയച്ച് എല്ലാ രാജാക്കന്മാരെയും ജയിച്ചു വരേണ്ട ഒരു ചടങ്ങുണ്ട്. ഉറപ്പാണ് ആ സമയത്ത് ജരാസന്ധൻ വന്നെതിർക്കും, യുദ്ധം നടക്കും. അതോടുകൂടി ആ ജരാസന്ധൻ്റെ ശല്യവും ഒഴിവാക്കാം, രാജാക്കന്മാരെയൊക്കെ മോചിപ്പിക്കുകയും ചെയ്യാം. തുടർന്ന് ദിഗ്വിജയം നേടിയതിന് ശേഷം രാജസൂയം നടത്തുകയും ചെയ്യാം. അങ്ങനെ ഉദ്ധവരുടെ ബുദ്ധിപൂർവകമായിട്ടുള്ള ഈയൊരു അഭിപ്രായത്തോട് ശ്രീകൃഷ്ണ ഭഗവാനും യോജിച്ചു. അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് ധർമ്മപുത്രര് വളരെ ഭക്തി ആദരവുകളോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാനെ സ്വീകരിച്ചു. ഭക്ഷണവും വിശ്രമവും എല്ലാം കഴിഞ്ഞ് അദ്ദേഹം സ്വസ്ഥനായിട്ടിരിക്കുന്ന സമയത്ത് യുധിഷ്ഠിരനടുത്ത് ചെന്ന് വളരെ വിനയപുരസ്സരം തന്നെ തൻ്റെ രാജസൂയ യജ്ഞത്തിൻ്റെ കാര്യം ശ്രീകൃഷ്ണ ഭഗവാനോട് ഉണർത്തിച്ചു. എന്നിട്ടൊന്നുകൂടി പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു രാജസൂയ യജ്ഞം നടത്തുന്നത് എൻ്റെ മേന്മയും പ്രതാപവും ഒന്നും കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല, പുണ്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. തന്നെയുമല്ല, എൻ്റെ പിതാവായ പാണ്ഡുവിൻ്റെ സൽഗതിക്കും അത് കാരണമാകുമെന്ന് ശ്രീ നാരദ മഹർഷിയിൽ നിന്നൊരു സൂചന കിട്ടി. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാനെ ഞാനിത് ചെയ്യുന്നത്. അപ്പോഴും ആ ധർമ്മപുത്രർക്ക് ധൈര്യമേകിക്കൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട്, എന്തിനാണ് അങ്ങ് ഇത്ര ചിന്തിച്ച് വ്യാകുലപ്പെടുന്നത്? ഇവിടെ ഇങ്ങനെ ഒരു കർമ്മം, ഇങ്ങനെ ഒരു യജ്ഞം നടത്തുന്നതിന് ഒട്ടും അങ്ങ് അധൈര്യപ്പെടേണ്ടതില്ല, സന്ദേഹവും വേണ്ട. യാഗം ചെയ്യാൻ വേണമെന്നൊക്കെ അങ്ങ് തയ്യാറാക്കിക്കോളൂ. സർവ പിന്തുണയും എല്ലാ സഹായവുമായിട്ട് ഞാൻ സർവ്വതാ അങ്ങയുടെ കൂടെ ഉണ്ടാവും. പക്ഷേ
ഒരു കാര്യം അങ്ങയോട് പറഞ്ഞോട്ടെ, നമ്മൾ അതിനെ തുടക്കമായിട്ട് അതിൻ്റെ ആദ്യഘട്ടം ദിഗ്വിജയം നേടണം. അവിടെ പ്രബലനായ ഒരു ശത്രുവിനെ നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ധർമ്മപുത്രർ ചോദിക്കുന്നുണ്ട്, ആരാണത്? ഭഗവാൻ ജരാസന്ധൻ്റെ ചരിതമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ജരാസന്ധനെ നേരിട്ട് നിന്ന് യുദ്ധം ചെയ്ത് ജരാസന്ധൻ ഭഗവാന്റെ കൈകൊണ്ട് കൊല്ലപ്പെടേണ്ടവനല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരോട് പറയുന്നുണ്ട്, നമുക്ക് നേരിട്ട് പോയി യുദ്ധം ചെയ്യണ്ട, പകരം നമ്മളൊക്കെ വേഷപ്രച്ഛന്നരായിട്ട് ജരാസന്ധൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാം. കാരണം ജരാസന്ധൻ ബ്രാഹ്മണ ഭക്തനാണ്. ബ്രാഹ്മണരെന്തു ചോദിച്ചാലും അവർക്ക് കൊടുത്തിരിക്കും ജരാസന്ധൻ. എല്ലാ ദുഷ്ടതകളും, ബാക്കി തരത്തിലുള്ള എല്ലാ ദുഷ്ടതകളും ഉണ്ടെങ്കിലും, അല്ലെ മറ്റു രാജാക്കന്മാരുടെ അവരെ ബന്ധിച്ച് തുറുങ്കിലടയ്ക്കുന്നു, അവരുടെ ധനമെല്ലാം അപഹരിക്കുന്നു, അല്ലെ കൊള്ളയും കൊലപാതകവും അങ്ങനെയുള്ള അതിക്രമണവും തുടങ്ങിയ എല്ലാ ദുഷ്ടതകളും ഉണ്ടെങ്കിലും ഈ ഒരു കാര്യം ജരാസന്ധൻ്റെ ഏറ്റവും വലിയ ഒരു സദ്ഗുണമായി നമുക്ക് പറയാവുന്നതാണ്. ഇനി നമുക്ക് പോകുമ്പം കാണാം, ധീരനായ പോരാളിയുമായിരുന്നു ജരാസന്ധൻ, ഭീരുവായിരുന്നില്ല. എത്ര വട്ടം തോറ്റുപോയിട്ടും വീണ്ടും ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതിനുള്ള ഒരുക്കം തുടർന്നു. ആ തോക്കുന്ന നിമിഷം മുതൽ അത് തുടർന്നു എന്നുള്ളതിന് തെളിവാണ് 17 തവണ കൃഷ്ണനോട് ഏറ്റുമുട്ടാൻ വന്നത്. തൻ്റെ സൈന്യങ്ങളെയൊക്കെ കൊന്നൊടുക്കിയപ്പോഴും തൻ്റെ അതേ സ്വഭാവമുള്ള ദുഷ്ടരാജാക്കന്മാരെ കൂട്ടുപിടിച്ച് അവരുടെ സൈന്യത്തോടൊപ്പം വീണ്ടും ശത്രുവിനെ നിഗ്രഹിക്കാനായി പുറപ്പെട്ട ധീരനായ പോരാളിയായിരുന്നു ജരാസന്ധൻ. ഏതായാലും അങ്ങനെ കൃഷ്ണനും അർജുനനും ഭീമസേനനും കൂടിയിട്ട് ജരാസന്ധൻ്റെ അടുത്ത് ബ്രാഹ്മണ വേഷത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ആ മഗധ രാജധാനിയിൽ പ്രവേശിച്ച് ജരാസന്ധനെ കണ്ടു. ബ്രാഹ്മണരായിട്ട് വന്ന അവരെ ബ്രാഹ്മണരാണെന്ന് തന്നെ ധരിച്ചുകൊണ്ട് വേണ്ട വിധത്തിൽ സ്വീകരിച്ച് സൽക്കരിച്ചതിന് ശേഷം അവരോട് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിന് മറുപടി പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഭഗവാൻ പറയുന്നുണ്ട്, ഞങ്ങൾ ദേശസഞ്ചാരികളാണ്, അങ്ങയുടെ ഈ വലിയ കീർത്തി കേട്ടിട്ട് ഇവിടെ ഒന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. തന്നെയല്ല, അങ്ങ് വലിയ ദാനശീലനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, ആർക്കും എന്തും ചോദിച്ചാൽ കൊടുക്കുന്നവനാണ് എന്നൊക്കെ ആളുകൾ ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ ഹരിശ്ചന്ദ്രൻ, രന്തിദേവൻ, ശിബി മുതലായ ധന്യാത്മാക്കളായിട്ടുള്ള ദാനശീലരുടെ പട്ടികയിലാണ് അങ്ങയുടെ ഈ ദാനകർമ്മത്തിൻ്റെ മഹത്വം കൊണ്ട ആളുകളൊക്കെ അങ്ങയെയും പെടുത്തിയിരിക്കുന്നത്. പക്ഷേ തൻ്റെ ഉള്ളിലെ ആ തമോ ഗുണം, അതിൻ്റെ ആ ഒരു ബലം കൊണ്ട് ജരാസന്ധൻ പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ വിഡ്ഢികളെക്കുറിച്ചൊക്കെ എനിക്ക് ഓർത്താൽ പുച്ഛമാണ്, എനിക്കതുകൊണ്ട് അതൊന്നും കേൾക്കണ്ട, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ആ ഒരു ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ അങ്ങനെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷെ ഇത് പറയുമ്പോഴും, ഇത് ജരാസന്ധനെ കൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ പറയിപ്പിക്കുമ്പോഴും അതിന് പിന്നിലൊരു കാര്യമുണ്ടായിരുന്നു. കാരണം ഇവരെ കണ്ടപ്പോൾ തന്നെ ജരാസന്ധന് സംശയം തോന്നിയിരുന്നു. അവരുടെ കൈകളിൽ ഞാണിൻ്റെ തഴമ്പുണ്ട്. ബ്രാഹ്മണരാണെങ്കിലും ഇവർ യോദ്ധാക്കളാണ് എന്ന് തോന്നിയിരുന്നു. ബ്രാഹ്മണ വേഷം ധരിച്ചു വന്നതാണെന്നല്ല, ബ്രാഹ്മണരായിരുന്നാൽ പോലും ഇവർ യോദ്ധാക്കളാണ് എന്ന് ജരാസന്ധൻ മനസ്സിലാക്കിയിരുന്നു. കാരണം പരശുരാമൻ, അതേപോലെ ദ്രോണർ, ഇവരൊക്കെ വില്ലാളി വീരന്മാരായിട്ടുള്ള ബ്രാഹ്മണരായിട്ടുള്ള പോരാളികളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെയും കയ്യിലും മെയ്യിലും ഒക്കെ ഈ കാണുന്ന തഴമ്പുകൾ കണ്ടിട്ട് ഇവർ
ബ്രാഹ്മണർ മാത്രമാണെന്ന് തോന്നുന്നില്ല എന്നുള്ള ഒരു സങ്കല്പത്തിൽ, ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ജരാസന്ധൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ആരാണെന്ന് പറയും, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറയും. എവിടെയോ സംശയത്തിൻ്റെ ഒരു കരിനിഴൽ ജരാസന്ധൻ്റെ ഉള്ളിൽ വീശി തുടങ്ങിയിരുന്നു. എന്നിട്ട് കൃഷ്ണനെ നോക്കിയിട്ട് ജരാസന്ധൻ പറയുന്നുണ്ട്, അങ്ങയെ ഞാൻ എവിടെയോ വെച്ച് കണ്ടതായിട്ട് തോന്നുന്നുണ്ടല്ലോ, അങ്ങ് ആരാണ്? ഇത് പറഞ്ഞപ്പോൾ കൃഷ്ണനും ബ്രാഹ്മണനായിട്ടാണല്ലോ വന്നിരിക്കുന്നത്, തൻ്റെ ആ ഒരു ശരിയായ ഭാവം പുറത്ത് കാണിക്കാതെ പറഞ്ഞു, ഉണ്ടായിരിക്കാം, കാരണം പണ്ട് അങ്ങ് വന്ന് മധുരയിൽ വന്ന് യുദ്ധം ചെയ്തില്ലേ, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജരാസന്ധൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, ഓ അത് ശരി, അപ്പോൾ അങ്ങ് കണ്ടു കാണുമല്ലോ എൻ്റെ യുദ്ധസാമർഥ്യമൊക്കെ. ആ കൃഷ്ണൻ അന്ന് എന്നെ പേടിച്ചോടിയ ഓട്ടവും അങ്ങ് കണ്ടു കാണില്ലേ എന്ന്. കാരണം ഇവിടെ ജരാസന്ധൻ്റെ ഉള്ളിലെ ആ ഒരു ധാർഷ്ട്യം, അഹങ്കാരം, പിന്തിരിഞ്ഞ് 17 പ്രാവശ്യം ഓടിയ ജരാസന്ധൻ ഇപ്പോൾ എന്താ വിചാരിച്ച, വെറും ഒരു ബ്രാഹ്മണൻ തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു. അവിടെ തൻ്റെ കേമത്വം, തൻ്റെ പരാക്രമമായിട്ടാണത് പറയുന്നത്. അങ്ങ് കണ്ടില്ലേ എൻ്റെ യുദ്ധസാമർഥ്യമൊക്കെ. ആ കാലിച്ചക്കൻ, ആ കൃഷ്ണനുമൊക്കെ അന്ന് എന്നോട് തിരിച്ചോടിപ്പോയതും അങ്ങപ്പോൾ കണ്ടു കാണുമല്ലോ അല്ലേ. ഇത് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഓടുന്നത് ഞാൻ കണ്ടു, പക്ഷേ ഇതിൽ ആരെയാണ് ഓടിച്ചത്, അല്ലെങ്കിൽ ഓടിച്ചതാരാണ്, ഓടിയതാരാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒന്ന് ഞാൻ അന്ന് കണ്ടത്, ആ ഇടയച്ചെറുക്കനുണ്ടല്ലോ അങ്ങയോട് യുദ്ധം ചെയ്തത്, അവനും അത്ര മോശക്കാരനൊന്നും ആയിരുന്നില്ല. ഇത് കേട്ടപ്പം ജരാസന്ധന് വല്ലാത്ത കോപമുണ്ടായി. കോപത്തോടുകൂടി തിരിച്ച് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ആ കാലിച്ചെറുക്കൻ മോശക്കാരനല്ലെന്നോ? അങ്ങയുടെ കണ്ണിന് എന്താ പറ്റിയത്? അങ്ങേക്ക് അറിയില്ലേ, 17 പ്രാവശ്യമാണ് അവൻ എന്നോട് തോറ്റോടിയത്, തിരിച്ചോടിയത്. പക്ഷെ ഇത്രയൊക്കെ ആയപ്പോൾ ജരാസന്ധൻ്റെ ഉള്ളിൽ വീണ്ടും സംശയം തോന്നിത്തുടങ്ങി. ജരാസന്ധൻ ചോദിച്ചു, അതിരിക്കട്ടെ, നിങ്ങൾ ആരാണെന്ന് ഇതുവരെയായിട്ടും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഞങ്ങൾ ആരാണെന്ന് അങ്ങയോട് പറയാം, പക്ഷെ അതിനു മുൻപ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സാധിച്ചു തരാമെന്ന് അങ്ങ് സത്യം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് പറയാം. ഇവിടെ ബ്രാഹ്മണ വേഷത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രാഹ്മണ ഭക്തി വേണ്ടുവോളം ഉള്ളതുകൊണ്ടും ജരാസന്ധൻ പറഞ്ഞ മറുപടി, ഒരു ഉത്തമ ബ്രാഹ്മണൻ എൻ്റെ ശിരസ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ പോലും ഞാൻ മടി കൂടാതെ അത് മുറിച്ചു കൊടുക്കും. പക്ഷെ നിങ്ങൾ, അതും പറയുന്നുണ്ട്, ഉത്തമ ബ്രാഹ്മണൻ ചോദിച്ചാൽ, പക്ഷെ നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഉത്തമ ബ്രാഹ്മണരൊന്നും അല്ലെന്ന കാഴ്ചയിലേക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട്. എങ്കിലും നിങ്ങൾ ചോദിക്കുന്നത് എന്നെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ, അവിടെയും ഒരു 2 കാര്യം ഒഴിച്ചു നിർത്തി എക്സെപ്ഷൻ വെച്ചിട്ടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? എൻ്റെ രാജ്യമോ എൻ്റെ ജീവനോ വേണമെന്ന് പറഞ്ഞാൽ കിട്ടുകയില്ല, കാരണം നിങ്ങൾ ഉത്തമ ബ്രാഹ്മണരല്ല എന്ന് എനിക്കറിയാം. അതല്ലാതെ എന്ത് ചോദിച്ചാലും എന്നെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ സാധിച്ചു തരാമെന്ന് ഇവിടെ ഞാൻ സത്യം ചെയ്യുന്നു. ഇത്രയായപ്പോൾ കൃഷ്ണൻ തങ്ങൾ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തി. അവിടെ കൃഷ്ണൻ പറയുന്നുണ്ട്, ഇത്രയും ജരാസന്ധൻ സത്യമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനിയും ഞങ്ങൾ ആരാണെന്ന് അങ്ങയോട് ഞങ്ങൾ പറയാം. അങ്ങേക്കറിയാമല്ലോ, യുദ്ധത്തിൽ അങ്ങ് 17 തവണ ഏതൊരു യാദവനായ കൃഷ്ണനോട് തോറ്റിട്ടാണോ അങ്ങ് ഏകാന്തനായി തിരിച്ചോടിയത്, സൈന്യം മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് തിരിച്ചോടിയത്, ആ കൃഷ്ണനാണ് ഞാൻ. എൻ്റെ കൂടെ നിൽക്കുന്നത് മധ്യപാണ്ഡവനായിട്ടുള്ള അർജുനനാണ്. അതിൻ്റെ അപ്പുറം നിൽക്കുന്നത്
അർജുനൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ഭീമസേനനാണ്. ഇനി അങ്ങയോട് ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് പറയാം. ഞങ്ങൾക്ക് വേണ്ടത് അങ്ങയുടെ രാജ്യമോ ജീവനോ ഒന്നുമല്ല. ഞങ്ങൾക്ക് വേണ്ടത് ഒരു ദ്വന്ദ്വയുദ്ധമാണ്. ഞങ്ങളിൽ ആരോടെങ്കിലും ഒരാളിനോട് അങ്ങ് യുദ്ധം ചെയ്യണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ജരാസന്ധൻ സത്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആവശ്യമായിരുന്നു ശ്രീകൃഷ്ണൻ ഇവിടെ ഉദ്ധരിച്ചത്. അതുകൊണ്ട് തന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ജരാസന്ധൻ അതിനുള്ള മറുപടി പറഞ്ഞത്. കൃഷ്ണനോട് പറയുകയാണ്, ഇങ്ങനെ ഒരു നിസ്സാര കാര്യത്തിനാണോ എന്നെക്കൊണ്ട് ഇത്ര വലിയ സത്യമൊക്കെ ചെയ്യിപ്പിച്ചത്? ശരി, അങ്ങേക്ക് വേണ്ടത് ദ്വന്ദ്വയുദ്ധമാണല്ലോ, ഞാൻ സമ്മതിച്ചു. എന്നിട്ട് വീണ്ടും തൻ്റെ അടവ് നയം, അതായത് താൻ കേമനാണെന്ന് വരുത്തുന്നതിന് വേണ്ടി ജരാസന്ധൻ പറയുകയാണ്, 17 പ്രാവശ്യം നീ എന്നോട് തോറ്റോടിയവനല്ലേ, സാധാരണ തോറ്റവനോട് ഞാൻ യുദ്ധം ചെയ്യാറില്ല, അതുകൊണ്ട് കൃഷ്ണ നിന്നോട് ഞാൻ യുദ്ധം ചെയ്യില്ല. കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു. തന്നോട് തോറ്റോടിയ ജരാസന്ധൻ പറയുകയാണ്, ജരാസന്ധനോട് തോറ്റോടിയവനാണ് താനെന്ന്. ആ ധാർഷ്ട്യവും അഹങ്കാരവും അപ്പോഴും ജരാസന്ധനിൽ അങ്ങനെ തുളുമ്പി നിൽക്കുന്നത് കൃഷ്ണൻ അവിടെ കാണാൻ കഴിഞ്ഞു. പരാജയപ്പെട്ടിട്ടും പരാജയപ്പെട്ടു എന്ന് തുറന്ന് സമ്മതിക്കുവാൻ തൻ്റെ ഉള്ളിലെ ആ ഒരു അഹങ്കാരം, ആ വർദ്ധിച്ച തമോ ഗുണം അനുവദിക്കാതെ ജരാസന്ധൻ തൻ്റെ മുൻപിൽ നിന്ന് പുലമ്പുന്നത് കണ്ടപ്പോൾ കൃഷ്ണൻ വിചാരിച്ചു, ശരി, അവൻ പറഞ്ഞോട്ടെ, അതും ഭഗവാന്റെ നിശ്ചയമായിരുന്നു. അങ്ങനെ കൃഷ്ണനെ മാറ്റി നിർത്തി അടുത്തത് അർജുനനെ ചൂണ്ടിക്കൊണ്ട് ജരാസന്ധൻ പറയുന്നുണ്ട്, നീ എനിക്ക് യുദ്ധം ചെയ്യാൻ ആളല്ല. എന്നിൽ ശക്തി കുറഞ്ഞവനോട് ഞാൻ യുദ്ധം ചെയ്യാറില്ല. അത് ജരാസന്ധൻ എന്ന ഒരു വീരനായ ധീരനായ പോരാളിയുടെ നേർക്കാഴ്ചയായിരുന്നു ആ വാക്കുകൾ. തൊട്ടടുത്ത് നിന്ന ഭീമസേനനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നീയും എന്നോട് സമനല്ല, പക്ഷേ ഈ വന്നിരിക്കുന്ന 3 പേരിൽ വേറെ ഒരാൾ എന്നോട് യുദ്ധം ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഭീമസേന നിന്നോട് ഞാൻ ഈ ദ്വന്ദ്വയുദ്ധത്തിന് സമ്മതിച്ചിരിക്കുന്നു. വേണമെങ്കിൽ അർജുനനെ തിരഞ്ഞെടുക്കാമായിരുന്നു, പക്ഷേ നേരിടുമ്പോൾ തുല്യശക്തിയുള്ള എതിരാളികളോട് തന്നെ നേരിട്ട് ജയിക്കുന്നതാണ് അന്തസ്സ് എന്ന് കരുതിയിരുന്ന, അല്ലാതെ എങ്ങനെയും ജയിക്കുകയല്ല എന്ന് കരുതിയിരുന്ന ജരാസന്ധൻ്റെ ആ ധീരനായ പോരാളി വാക്കുകളിലൂടെ പുറത്തു വരികയായിരുന്നു. അർജുനനെ നിഷ്പ്രയാസം തോൽപ്പിക്കാമായിരുന്നു, കഥ കഴിക്കാമായിരുന്നു അർജുനൻ്റെ. ജരാസന്ധൻ ജയിച്ചേനെ യുദ്ധത്തിൽ. കൃഷ്ണനോട് ശരി നേരിടാൻ കഴിയില്ല എന്നറിയാം. തോൽവിയിൽ നിന്നും വന്ന വീമ്പുകൾ പുലമ്പിയെങ്കിലും കൃഷ്ണനോട് നേരിടാൻ തനിക്കാവില്ല എന്നറിയാം. പക്ഷെ അർജുനനെ നിസ്സാരമായി തോൽപ്പിക്കാമായിരുന്നു. ജരാസന്ധൻ തിരഞ്ഞെടുത്തത് ഭീമനെയായിരുന്നു. അങ്ങനെ ഭീമസേനനുമായിട്ട് ദ്വന്ദ്വയുദ്ധത്തിന് സമ്മതിച്ചു. അപ്പോൾ തന്നെ ജരാസന്ധൻ തൻ്റെ ആയുധപുരയിൽ ചെന്നിട്ട് 2 വലിയ ഗദകൾ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഭീമൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ളത് ഇതിൽ നിന്നും പരിശോധിച്ചെടുക്കാം. അതിനുശേഷം മറ്റേത് ഞാൻ എടുത്തോളാം. അവിടെയും ഭീമസേനനാണ് ഗദ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം മുന്നോട്ട് വെച്ചത്. അങ്ങനെ അവർ 2 പേരും കൂടി യുദ്ധം ആരംഭിച്ചു. യുദ്ധമെന്നാൽ ദ്വന്ദ്വയുദ്ധം, ഗദ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുക. ഒരു പക്ഷെ ആരും അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തത്ര ഭയാനകമായിട്ടുള്ളൊരു യുദ്ധമായിരുന്നു അവിടെ. ആ യുദ്ധം ഏറെ നാളുകൾ നീണ്ടുപോവുകയും ചെയ്തു. സഹസ്രക്കണക്കിന് കാണികളാണ് അവിടെ വന്നുകൂടിയത്. 2 മലകൾ തമ്മിൽ അല്ലെങ്കിൽ 2 സാഗരങ്ങൾ തമ്മിലൊക്കെ യുദ്ധം ചെയ്യുന്നത് പോലെ അത്രമാത്രം രൂക്ഷമായിട്ടുള്ള യുദ്ധമായിരുന്നു അവിടെ നടന്നത്.
ഈ ഗദകളുടെ സംഘട്ടന നാദം തന്നെ ഇടിമുഴക്കം പോലെ ഭൂമിയെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചു എന്നാണ് പറയുന്നത്. ഏകദേശം 15 ദിവസത്തോളം ആ യുദ്ധം അങ്ങനെ നീണ്ടുനിന്നു. പകൽ മുഴുവൻ യുദ്ധം, രാത്രിയിൽ സുഹൃത്തുക്കളെ പോലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. വീണ്ടും രാവിലെ ദ്വന്ദ്വയുദ്ധത്തിന് പുറപ്പെടും. ആ സമയത്ത് അർജുനന് സന്ദേഹമായി തുടങ്ങി. കൃഷ്ണനോട് പറഞ്ഞു, ഭഗവാനെ, ഈ ഒരു യുദ്ധത്തിൽ ഇത് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു യുദ്ധത്തിൽ ആരും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നില്ല. രണ്ടുപേരും തുല്യമായി നിന്ന് ഏറ്റുമുട്ടുകയാണ്. ഭഗവാൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. എന്തുകൊണ്ടാവാം ഈ യുദ്ധത്തിനൊരു അവസാനമില്ലാതെ പോകുന്നത്? രണ്ടുപേരും തുല്യബലശാലികളായി നിന്ന് ഏറ്റുമുട്ടുന്നു. ഒരാൾ ഇവിടെ പരാജയപ്പെട്ടേ മതിയാകൂ. തന്നെയല്ല, ജരാസന്ധനെ ഇല്ലാതെയാക്കിയെങ്കിലേ ജരാസന്ധൻ്റെ ശല്യം ഇല്ലാതെയാവുകയുള്ളൂ മറ്റ് നാട്ടുരാജാക്കന്മാർക്കും തൻ്റെ തടവറയിൽ കഴിയുന്ന മറ്റുള്ള രാജാക്കന്മാർക്കുമൊക്കെ. അതുകൊണ്ട് തന്നെ ജരാസന്ധനെ ഇല്ലാതെയാക്കണം. അതിനെന്താണ് മാർഗമെന്ന് ഒരു നിമിഷം ഭഗവാൻ ഒന്ന് ആലോചിച്ചപ്പോഴാണ് തൻ്റെ ദിവ്യ ചക്ഷുസ് കൊണ്ട് ഭഗവാൻ അറിയുന്നത്. ഭഗവാൻ ഒരു നിമിഷം മനസ്സിലാക്കിയത് ജരാസന്ധൻ്റെ ജനനം. അപ്പോൾ രണ്ടായി നിന്നതിനെ സന്ധിപ്പിച്ച് ഉണ്ടാക്കിയ ജരാസന്ധനെ ഇല്ലാതെയാക്കണമെങ്കിൽ ആ രണ്ടു ഭാഗത്തെ രണ്ടാക്കി മാറ്റിയാൽ മതിയെന്ന് ഭഗവാന് തോന്നി. ഭഗവാൻ ഈ ഒരു രഹസ്യം അർജുനന് പറഞ്ഞു കൊടുക്കും. ഇവിടെ അർജുനനാണ് ഭീമസേനന് വിജയിക്കാനുള്ള രഹസ്യം പറഞ്ഞു കൊടുക്കുന്നതെന്നും അല്ല, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് അത് ചെയ്തതെന്നും രണ്ട് തരത്തിലും കഥകൾ കേട്ടിട്ടുണ്ട്. ഏതായാലും അടുത്ത ദിവസം രാവിലെ വീണ്ടും രണ്ടുപേരും, ഭീമസേനനും ജരാസന്ധനും കൂടി യുദ്ധം ആരംഭിച്ചു. ഗദായുദ്ധത്തിൻ്റെ ഏതാണ്ട് മൂർച്ചയേറിയ ഒരവസരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ, ഭീമന് ഒരു അടയാളം കാണിച്ചു കൊടുത്തു. ഒരു പുല്ലെടുത്തിട്ട് അത് രണ്ടായി കീറി പിരിച്ച് രണ്ടു വശത്തേക്ക് എറിഞ്ഞു കളയുന്നു, ദൂരേക്ക് എറിഞ്ഞു കളയുന്നു. അതായത് വീണ്ടും സന്ധിക്കാത്ത വിധത്തിൽ ദൂരേക്ക് എറിഞ്ഞു കളയുന്നതായിട്ട് കാണിച്ചു കൊടുത്തു. ഭീമസേനന് മനസ്സിലായി ഇത് തനിക്കുള്ള ഒരു സന്ദേശമാണ്. ഭീമസേനൻ ആ ജരാസന്ധനെ ഗദായുദ്ധത്തിനിടയിൽ തള്ളി നിലത്ത് വീഴ്ത്തിയിട്ട് ജരാസന്ധൻ്റെ ഒരു കാലിന്മേൽ ബലമായി ചവിട്ടി നിന്നുകൊണ്ട് മറ്റേ കാല് കൈകൾ കൊണ്ട് പൊക്കി ഒരു ആന, ഒരു മതയാന ഒരു ഇളം പനത്തടി ചീന്തുന്ന വിധത്തിൽ തൻ്റെ കോപം മുഴുവൻ അങ്ങനെ നിൽക്കുകയാണ് ഭീമസേനനിൽ. ആ ജരാസന്ധനെ രണ്ടായി വലിച്ചു കീറിയിട്ട് തല തിരിച്ച്, അതായത് രണ്ട് ഭാഗത്തെയും രണ്ടായിട്ട് തല തിരിച്ച്, പക്ഷെ രണ്ട് വശങ്ങളിലേക്കായിട്ട് വലിച്ചെറിഞ്ഞു ദൂരേക്ക്. അതോടുകൂടി ലോകം കണ്ട ഏറ്റവും പരാക്രമശാലിയായിട്ടുള്ള ഒരു, അതേസമയം ദുഷ്ടനായ, കംസനേക്കാൾ ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവ് ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്തു. സന്ധിച്ചുണ്ടായത്, ആ സന്ധി വേർപെടുത്തിക്കൊണ്ട് ആ യാത്രയ്ക്ക്, ജരാസന്ധൻ എന്ന അധ്യായത്തിൻ്റെ യാത്രയ്ക്ക് അവിടെ അവസാനം കുറിക്കുകയും ചെയ്തു. അതിനുശേഷം ജരാസന്ധൻ്റെ ശേഷക്രിയാദികളൊക്കെ ജരാസന്ധൻ്റെ പുത്രനായിട്ടുള്ള സഹദേവനെ കൊണ്ട് വിധിപ്രകാരം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ വേണ്ട വിധത്തിൽ നടത്തിച്ചിട്ട് ആ ജരാസന്ധ പുത്രനായിട്ടുള്ള സഹദേവനെ രാജ്യത്തിൻ്റെ, മഗധ രാജാവിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യിപ്പിച്ചു. അതിനും ശേഷം കരുണാമൂർത്തിയായിട്ടുള്ള മാധവൻ ആ മഗധ രാജ്യത്തിൽ ഒളിപ്പിച്ച് അവിടെ കാരാഗ്രഹത്തിൽ അടച്ചിരുന്ന എല്ലാ രാജാക്കന്മാരെയും നാട്ടുവാഴികളെയും ഒക്കെ മോചിപ്പിച്ചു. അവരെല്ലാം അത്യധികം സന്തോഷത്തോടുകൂടി ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വന്ന് വീണ് നമസ്കരിച്ചു.
അതിനുശേഷം ഇപ്പോൾ ആ രാജസൂയ യജ്ഞം നടത്താനുള്ള എല്ലാ തടസ്സങ്ങളും, അതായത് ഇനിയും ദിഗ്വിജയം നേടുക എന്ന് പറയുന്നത് അവർക്ക് ഒരു വെല്ലുവിളിയല്ല എന്ന് മനസ്സിലാക്കി തുടർന്ന് ഭഗവാനും പാണ്ഡവരുടെ കൂടെ നിന്ന് ആ രാജസൂയ യജ്ഞം ഭംഗിയായി നടത്തുകയും ചെയ്യുന്നു. ഇവിടെ രാജസൂയ യജ്ഞം നടത്തണമെന്നുള്ളത് ഒരു പക്ഷേ ഭഗവാന്റെ നിശ്ചയമായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അതേ വേദിയിൽ, ശ്രീനാരദ മഹർഷി പറയുന്ന അതേ വേദിയിൽ തന്നെ ആ ബ്രാഹ്മണനെ കൊണ്ട് ഇങ്ങനെ ഒരു സങ്കടം ഉണർത്തിച്ചതും, ജരാസന്ധൻ്റെ കൊട്ടാരത്തിൽ കഴിയുന്ന തുറുങ്കിലടച്ചിരിക്കുന്ന നാടുവാഴികൾക്ക് വേണ്ടി ഒരു ബ്രാഹ്മണൻ വന്ന് കേണു പറഞ്ഞതും, നടക്കുന്നതെല്ലാം അവിടുത്തെ നിശ്ചയം. ആരാരുടെ കൈകൊണ്ട് മരിക്കണം എന്നുള്ളത് മുൻപേ ലിഖിതമായിട്ടുള്ളതാണ്. അത് ജനിക്കുമ്പോൾ തന്നെ ലിഖിതമായിട്ടുള്ള ഒരു അലിഖിത നിയമമാണ് മരണം എന്ന് പറയുന്നതും. എങ്ങനെ, എവിടെ വെച്ച്, എപ്പോൾ അത് സംഭവിക്കണമെന്നുള്ളത് പൂർവ കാലത്തിൽ തന്നെ, അത് ജനന സമയത്തിൽ തന്നെ അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ജരാസന്ധനെ കൊല്ലുന്നതിന് ശ്രീകൃഷ്ണ ഭഗവാൻ അറിയാഞ്ഞിട്ടല്ല, കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ ആ മരണം ഭീമസേനൻ്റെ കൈകൊണ്ട് നടക്കേണ്ടതാണ് എന്ന് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നു. തന്നെയുമല്ല, ഭഗവാന്റെ കൈകൊണ്ട് മരണം സംഭവിച്ച് മോക്ഷപദത്തിലേക്ക് എത്തുവാൻ വേണ്ടത്ര പുണ്യം ജരാസന്ധനോടൊപ്പം ഇല്ലാത്തതും കൂടി ഒരു കാരണമാകാം. ഏതായാലും ഒരു വീരയോദ്ധാവിൻ്റെ, ദുഷ്ടനായ രാജാവിൻ്റെ, ക്രൂരനായ ഭരണാധികാരിയുടെ ഗംഭീരമായ ഒരു ജീവിതയാത്രയുടെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഭഗവാൻ പറയിപ്പിച്ച ഭഗവാന്റെ ഇങ്ങനെയൊരു ലീലയുടെയും കഥ, ഓരോ വാക്കുകളും ഭഗവാനെ അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഇത് പറയുന്നതിന് അവസരമൊരുക്കിയ ആ സുഹൃതിയുടെ പാദങ്ങളിലും നമസ്കരിച്ചു കൊള്ളട്ടെ. വേണ്ട വിധത്തിൽ പറയാൻ കഴിഞ്ഞു എന്നറിയില്ല, ഒക്കെ ഭഗവാന്റെ നിശ്ചയമാണ്. ഭഗവാനെ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.